BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പുതിയ നികുതി ചുമത്താൻ തീരുമാനം. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പുതിയ നികുതി സംവിധാനം നടപ്പാക്കുക. 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നികുതി ഘടനയനുസരിച്ച് മൾട്ടിനാഷണൽ കമ്പനികൾ കുറഞ്ഞത് ലാഭത്തിന്റെ 15% നികുതിയായി നൽകണം. ആഗോള സാമ്പത്തിക നീതിയും സുതാര്യതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പുതിയ തീരുമാനം. രാജ്യത്ത് പ്രവർത്തിക്കുന്ന വാർഷിക വരുമാനം 750 ദശലക്ഷം യൂറോയ്ക്ക് മുകളിലുള്ള വൻകിട MENEകൾക്ക് ബാധകമായിരിക്കും പുതിയ നികുതി ബാധകം. കടുത്ത വേനലിൽ തൊഴിലാളികൾ തണലേകാൻ വെൽകെയർ പ്രവാസി ആശ്വാസ് കിറ്റുകൾ നൽകി. വേനൽ ചൂടിൽ പുറം ജോലികളിൽ ഏർപ്പെട്ടിരുന്ന 300ഓളം തൊഴിലാളികൾക്ക് ആശ്വാസമേകാനാണ് പ്രവാസി വെൽഫെയറിന്റെ ജനസേവന വിഭാഗമായ ടീം വെൽകെയർ പഴവർഗ്ഗങ്ങളും ജ്യൂസും വെള്ളവും അടങ്ങിയ പ്രവാസി ആശ്വാസ് കിറ്റുകൾ നൽകിയത്. മനാമ, ടുബ്ലി, ഗമീസ്, സനാബീസ് എന്നീ പ്രദേശങ്ങളിൽ ഗാർഡൻ കൺസ്ട്രക്ഷൻ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്കാണ് പ്രവാസി ആശ്വാസ് കിറ്റുകൾ എത്തിച്ചു നൽകിയത്. മൊയ്തു തിരുവള്ളൂർ, ജോഷി ജോസഫ്, ഇർഷാദ് കോട്ടയം, ബഷീർ വൈക്കലശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കൊല്ലം പ്രവാസി അസോസിയേഷൻ 2024-26 പുതിയ ഭരണസമിതിയെ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 40 അംഗ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നാണ് 7 അംഗ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തത്. ജില്ലാ സമ്മേളനത്തിന് ശേഷം ചേർന്ന ആദ്യ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അനൂജ് മാസ്റ്ററെ പ്രസിഡന്റായും പ്രശാന്ത് പ്രബുദ്ധനെ ജനറൽ സെക്രട്ടറിയായും മനോജ് ജമാൽ ട്രഷററായും തെരഞ്ഞെടുത്തു. കോയിവിള മുഹമ്മദ്, രജീഷ് പട്ടാഴി, അനിൽകുമാർ, കൃഷ്ണകുമാർ എന്നിവരാണ് മറ്റംഗങ്ങൾ. KCA ഹാളിൽ നടന്ന KPA മീറ്റ് 2024 വെച്ച് പുതിയ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അധികാരമേറ്റു. തുടർന്ന് കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് മെമന്റോ നൽകി ആദരിച്ചു. ഇപ്പോൾ നടന്നുവരുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും തുടരുമെന്നും അടുത്ത 2 വർഷം കൂടുതൽ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തി സംഘടനയെ കരുത്തോടെ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും പ്രസിഡന്റ് അനൂജ് മാസ്റ്ററും സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധനും അറിയിച്ചു. ബഹ്റൈനിലെ കൊല്ലം പ്രവാസികൾ KPAയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരണമെന്നും ഇരുവരും അഭ്യർത്ഥിച്ചു. കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്ക് ബഹ്റൈനിലെ പൊതുസമൂഹം നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം തുടർന്നും സഹായങ്ങൾ ഉണ്ടാകണമെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു. UAEയിൽ ഭൂചലനം. ഇന്നലെ രാവിലെ പ്രാദേശിക സമയം 7:53 റിക്ടർ സ്കെയിലിൽ 2.3 തീവ്രത രേഖപ്പെടുത്തി നേരിയ ഭൂചലനമുണ്ടായത്. താമസക്കാർക്ക് ചെറിയ പ്രകമ്പനം അനുഭവപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ആർക്കെങ്കിലും പരിക്കോ മറ്റു നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മസാഫിയിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ട്. UAEയിൽ നേരത്തെയും ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 18 ഉച്ചയോടെ ദിബ തീരത്ത് തീവ്രത 3 രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ജൂൺ 8 രാത്രി 11 മണിയോടെ മനാഫിയിൽ 2.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും അനുഭവപ്പെട്ടിരുന്നു. അതേസമയം ഇന്നലെ UAEയിൽ മഴയ്ക്ക് സാധ്യതയെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അധികൃതർ അറിയിച്ചിരുന്നു. രാജ്യത്തിന്റെ കിഴക്ക് തെക്ക് മേഖലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ച കേന്ദ്ര ജല കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പരിശോധന 1 വർഷത്തിനുള്ളിൽ നടത്തണമെന്നും മേൽനോട്ട സമിതി വിലയിരുത്തി. 2011 ശേഷം ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നത് ആദ്യമായാണ്. 2026 സുരക്ഷാ പരിശോധന മതിയെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ തീരുമാനം. NCPയിൽ മന്ത്രിമാറ്റത്തിനായി നിർണായക നീക്കങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്നാണ് വിവരം. ഇന്നലെ കൊച്ചിയിൽ NCP പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നിരുന്നു. തോമസ് K തോമസും PC ചാക്കോയും ഉൾപ്പെട്ട യോഗത്തിൽ മന്ത്രിമാറ്റത്തിനുള്ള ആവശ്യം ശക്തമായി ഉയർത്തിയെന്നാണ് വിവരം. ഇക്കാര്യം ഉടൻ ശരത് പവാറിനെ നേരിൽ കണ്ട് ധരിപ്പിക്കും. PC ചാക്കോ ഡൽഹിയിലെത്തി ഈ മാസം 5 ശരത് പവാറിനെ കാണുമെന്നും വിവരമുണ്ട്. മന്ത്രിസ്ഥാനം ഒഴിയാൻ AK ശശീന്ദ്രന് മേൽ NCP സംസ്ഥാന നേതൃത്വം ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. കേരളത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ഈ മാസം 9 മുതൽ തുടങ്ങുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. റേഷൻ കടകൾ വഴിയാണ് വിതരണം നടക്കുക. 3 ദിവസം കൊണ്ട് കിറ്റ് വിതരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 6 ലക്ഷത്തോളം മഞ്ഞക്കാർഡ് ഉടമകൾ, ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾ, വയനാട് ദുരിത മേഖലയിലെ കാർഡ് ഉടമകൾ എന്നിവർക്കാണ് സൗജന്യ ഓണക്കിറ്റ് നൽകുന്നത്. വെള്ള, നീല റേഷൻ കാർഡ് ഉടമകൾക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ അരി നൽകും. വിപണിയിൽ 50 രൂപയിലധികം വിലയുള്ള അരിയാണ് നൽകുന്നത്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള പഞ്ചസാര വിതരണം പുനഃസ്ഥാപിക്കുമെന്നും വിലയിൽ നേരിയ വർധന വരുത്തേണ്ടി വരുമെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു.
ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള തീരത്ത് കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ 4 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് നടൻ സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. യുവനടിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. 5 വർഷം മുൻപ് സമൂഹ മാധ്യമത്തിലൂടെ ഉന്നയിച്ച ആരോപണമാണ് വീണ്ടും ഉന്നയിക്കുന്നത്. അന്ന് ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബലാത്സംഗ പരാതി ഉന്നയിക്കുന്നത് തന്നെ അപമാനിക്കാനാണെന്നും സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പാക്കും വരെ ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് തടയണമെന്നാണ് സിദ്ദിഖിന്റെ ആവശ്യം. ചലച്ചിത്ര സംഗീത സംവിധായകൻ മോഹൻ സിത്താര BJPയിൽ ചേർന്നു. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിൽ നിന്ന് അംഗത്വം ഏറ്റുവാങ്ങി. BJP ജില്ലാതല അംഗത്വ വിതരണ ക്യാമ്പയിൻ തുടക്കം കുറിച്ചാണ് മോഹൻ സിത്താരയ്ക്ക് അംഗത്വം നൽകിയത്. BJP മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ, സംസ്ഥാന കമ്മിറ്റി അംഗം മുരളി കൊളങ്ങാട്ട്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുശാന്ത് ഐനിക്കുന്നത്ത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലയിൽ 7 ലക്ഷം പേരെ അംഗമാക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 15 വരെയാണ് അംഗത്വ പ്രചാരണം. ബുധനാഴ്ചകളിലും വെള്ളം തുറന്നുവിടുന്ന ദിവസങ്ങളിലും ഒഴികെ ഇടുക്കി, ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ നിബന്ധനകളോടെ ജനങ്ങൾക്ക് അനുമതി. 3 മാസത്തേക്കാണ് അനുമതി നൽകിയത്. ഒരു സമയം 20 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം. സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ചായിരിക്കും പ്രവേശനം. ശക്തമായ മഴ മുന്നറിയിപ്പുകളായ ഓറഞ്ച്, റെഡ് അലർട്ടുകൾ നിലനിൽക്കുന്ന ദിവസങ്ങളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും പ്രവേശനം ഒഴിവാക്കും. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി എടുക്കേണ്ട ഇൻഷുറൻസുകളുടെ ഇനത്തിലെ ചിലവ് ഹൈഡൽ ടൂറിസം സെന്റർ വഹിക്കും. സന്ദർശകരുടെയും അണക്കെട്ടുകളുടെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷയുടെ പൂർണ്ണോത്തരവാദിത്തം കേരള ഹൈഡൽ ടൂറിസം സെന്ററും പോലീസും ഏറ്റെടുക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചേർത്തലയിൽ നവജാത ശിശുവിനെ കാണാനില്ലെന്ന പരാതിയിൽ വഴിത്തിരിവ്. കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് അമ്മ പോലീസിന് മൊഴി നൽകി. കാമുകനാണ് കുഞ്ഞിനെ കൊന്നതെന്നും യുവതി മൊഴി നൽകിയതായി റിപ്പോർട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയും കാമുകനും പോലീസ് കസ്റ്റഡിയിലാണ്. 2 കുട്ടികളുടെ അമ്മയായ യുവതി 3ാമത്തെ കുഞ്ഞിനെ ചേർത്തലയിൽ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് പ്രസവിച്ചത്. പ്രസവശേഷം 31-ന് ആശുപത്രി വിട്ടെങ്കിലും ഇവർക്കൊപ്പം കുഞ്ഞുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ കാണാതായതോടെ ആശാ വർക്കർമാരാണ് ജനപ്രതിനിധികളെയും പിന്നീട് ചേർത്തല പോലീസിലും വിവരം അറിയിച്ചത്. സംഭവത്തിൽ ദുരൂഹത തോന്നിയ പോലീസ് അമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തുവന്നത്. ആദ്യം മക്കളില്ലാത്ത തൃപ്പൂണിത്തുറയിലെ ദമ്പതികൾക്ക് കുഞ്ഞിനെ വളർത്താൻ കൊടുത്തുവെന്നായിരുന്നു യുവതി പോലീസിനോട് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് യുവതി സമ്മതിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.